നമസ്കാരം. മാധ്യമങ്ങൾക്കെതിരെ വീണ്ടും ഭീഷണിയുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എത്തുമ്പോൾ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് സർക്കാർ. കരുവന്നൂർ കേസിലെ നടപടികളെ ഭയന്നാണ് സുരേന്ദ്രൻ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്നാണ് ബി.ജെ.പിയിലെ സുരേന്ദ്രൻ വിരുദ്ധ പക്ഷത്തിന്റെ നിലപാട്. മാധ്യമങ്ങളെ പിണക്കുന്നതിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കം നിരാശയിലാണ്. ബി.ജെ.പിക്കുള്ള മുൻതൂക്കം ഇത് നഷ്ടമാകുമെന്ന വിലയിരുത്തൽ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷത്തിനുമുണ്ട്. കൊടകര കേസിൽ സുരേന്ദ്രൻ വലിയ പ്രതിസന്ധിയിലാണ്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ സുരേന്ദ്രന്റെ മകനെതിരെയും ആരോപണം ഉയർന്നിരുന്നു. കുഴൽപ്പണക്കേസിൽ പരാതി കൊടുത്ത ധർമ്മരാജന്റെ ഫോൺ കോൾ ലിസ്റ്റിൽ സുരേന്ദ്രന്റെ മകന്റെ നമ്പരും ഉണ്ടായിരുന്നു. പിന്നീട് മകനെ രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിൽ ജോലിക്ക് കയറ്റുകയും ചെയ്തു. സുരേന്ദ്രനെയും സുരേന്ദ്രന്റെ മകനെയും ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് താമസിയാതെ പോലീസ് കടക്കും. ഇതിന്റെ പ്രതിസന്ധിയാണ് സുരേന്ദ്രനെ പ്രകോപിതനാക്കുന്നതെന്ന വാദവും ശക്തമാണ്. ബി.ജെ.പിക്കെതിരെ വാർത്ത നൽകിയാൽ മാധ്യമങ്ങളുടെ ഓഫീസിലെത്തി ചോദിക്കുമെന്നാണ് സുരേന്ദ്രന്റെ ഭീഷണി. ബി.ജെ.പിക്കെതിരെ വാർത്ത നൽകുകയാണെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതൃയോഗം നടന്നപ്പോൾ നിങ്ങളുടെയൊക്കെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത് അറിയാം. അത് ആരാണ് അയച്ചതെന്നും അറിയാം. നിങ്ങൾക്കൊന്നും ഒരു നാണവുമില്ലേ? ആരെങ്കിലും എഴുതി അയക്കുന്ന സാധനം ചാനലുകളിലും പത്രത്താളുകളിലും അടിച്ചുവിടുകയാണോ? എത്തിക്സിന്റെ ഒരു അംശം പോലുമില്ല. നിങ്ങളെ കാണുന്നത് തന്നെ കേരള സമൂഹത്തിന് അലർജിയാണെന്നും സുരേന്ദ്രൻ പറയുന്നു. കേരളത്തിൽ ഒരു നേതാവും നടത്താത്ത തരത്തിലെ പരാമർശമാണ് സുരേന്ദ്രൻ ഉയർത്തുന്നത്. നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞത് ഓഫീസിൽ വന്ന് ചോദിക്കുമെന്ന് തന്നെയാണ്. കള്ളവാർത്തകൾ കൊടുത്താൽ ആ പത്രത്തിന്റെ ഓഫീസിൽ നേരെ വന്ന് ചോദിക്കും. അതിനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും മാധ്യമ സ്ഥാപനങ്ങളിൽ ബി.ജെ.പിക്കാർ എത്തി അക്രമം കാണിക്കുമോ എന്ന സംശയം പോലീസിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ഇന്റലിജൻസ് ഇക്കാര്യത്തിലുണ്ടാകും. ചില ഓൺലൈൻ സ്ഥാപനങ്ങളെ ആക്രമിക്കാൻ സുരേന്ദ്രൻ പദ്ധതി ഇടുന്നുണ്ടെന്ന വിലയിരുത്തൽ ബി.ജെ.പിക്കുള്ളിലും സജീവമാണ്. അത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അത് ബി.ജെ.പിയുടെ പ്രതിച്ഛായയെ തകർക്കും. നിലവിൽ ആർ.എസ്.എസ് ഈ വിഷയങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല. സുരേന്ദ്രൻ വിഷയത്തിൽ നിശബ്ദത തുടരും. ബി.ജെ.പിയിൽ സംഘടനാ ജനറൽ സെക്രട്ടറിയായി ആർ.എസ്.എസ് പ്രചാരകൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങളൊന്നും ഏറ്റുപിടിക്കേണ്ടതില്ലെന്നാണ് ആർ.എസ്.എസിന്റെ നിലപാട്. ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ തനിക്കുണ്ടെന്ന സന്ദേശം നൽകാനാണ് സുരേന്ദ്രൻ ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് സൂചന. പാലക്കാട്ടെ ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്ന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ അടക്കം സുരേന്ദ്രനിൽ നിന്നും അകലം പാലിക്കാൻ തുടങ്ങിയതായും സൂചനയുണ്ട്. പൊതുവിഷയങ്ങൾ മാധ്യമങ്ങളിലൂടെ ചർച്ചയാക്കേണ്ട സുരേന്ദ്രൻ മാധ്യമങ്ങളെ ചീത്ത വിളിച്ച് ആഹ്ലാദിക്കുന്നത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് പ്രമുഖ ബി.ജെ.പി നേതാക്കൾ പറയുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ അപകീർത്തിപ്പെടുത്തിയ ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ലെന്നും ഇതിനു മുൻപ് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ മഹാപ്രസ്ഥാനത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ മറവിൽ കരിവാരിത്തേക്കാൻ 3-4 ദിവസങ്ങളായി ചില മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമം വിലപ്പോവില്ല. നെറുകേട് കാട്ടി ഒരുത്തനെയും വെറുതെ വിടില്ല. കള്ളവാർത്തകൾ പ്രചരിപ്പിച്ചാൽ ഏതു കൊമ്പത്തിരിക്കുന്ന ആളാണെങ്കിലും കൈകാര്യം ചെയ്യുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അന്തരിച്ച കണ്ണൂർ എ.ഡി.എം. നവീൻ ബാബുവിന്റെ മലയാളപ്പുഴയിലെ വീട്ടിൽ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അന്ന് സുരേന്ദ്രൻ. പാലക്കാട് നഗരസഭയിലെ ബി.ജെ.പി കൗൺസിലർമാരുടെ പരസ്യ പ്രസ്താവനയെപ്പറ്റി ചോദിച്ചപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി.